പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്. മാനസാന്തരാഹ്വാനമാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ആഹ്വാനം. നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തൻ്റെ ദൗത്യത്തിലേക്ക് മനുഷ്യരെ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന വചനഭാഗം ഇന്ന് ജനുവരി 25 കൂടിയാണ്. സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ. കർത്താവ് മാനസാന്തരപ്പെടാനായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പൗലോസ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ മാറ്റം സഭയെ പീഡിപ്പിക്കുന്നവനിൽ നിന്ന് സഭയെ താങ്ങി നിർത്തുന്ന ഒരുവനിലേക്കുള്ള ഒരു സന്തോഷത്തിൻ്റെ മാറ്റമായി നമ്മൾ അനുഭവിച്ചറിയുന്ന തിരുനാള്. മാനസാന്തരപ്പെടാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചാൽ പോരെന്നാ പറയണേ. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ലൈഫ് മാറാനുണ്ട്, കുറേയും കൂടെയൊക്കെ മാറാനുണ്ടെന്ന് വളരെ ശക്തമായിട്ട് ഇന്നത്തെ തിരുനാളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തും. രണ്ടാമത്തെ വായന പറയുന്നുണ്ട്, ഞങ്ങൾ പത്രോസിൻ്റെ ആണ്, ഞങ്ങൾ പൗലോസിൻ്റെ ആണ്, ഞങ്ങൾ കേപ്പായുടെ ആണ്, ഞങ്ങൾ മറ്റ് ശിഷ്യന്മാരുടെ ആണെന്നൊക്കെ പറഞ്ഞ് കലഹിക്കുന്നവരോട് പറയുന്ന ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ കാണും. നിങ്ങൾ ക്രിസ്തുവിൻ്റെതാണെന്ന് എന്താ ചിന്തിക്കാത്തത്? ഇതാണ് മാനസാന്തരം. നിങ്ങൾ ലോകത്തിൻ്റെതല്ല, നിങ്ങൾ ഒരു മനുഷ്യൻ്റെതുമല്ല, നിങ്ങൾ മറ്റാരുടെയുമല്ല, നിങ്ങൾ ക്രിസ്തുവിൻ്റെതാണ്. ആ ചിന്തയിലേക്ക് ഒരാൾ വരുമ്പോൾ പിന്നീട് അയാളുടെ എല്ലാം മാറും. അയാളുടെ ലൈഫിനെ കുറിച്ചുള്ള ഫോക്കസ് മുഴുവൻ മാറും. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നുള്ള ചിന്ത മാറും. എങ്ങനെ ജീവിക്കണമെന്നുള്ള രീതി മാറും. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മളെ സഖ്യവൂസിനെയൊക്കെ കാണുന്നുണ്ടല്ലോ. കർത്താവെ, സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ഇനി ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സഖ്യവൂസ് ലാസറായിട്ട് മാറണ ഒരു രംഗം നമ്മളിവിടെ കാണും. സഖ്യവൂസ് സഖ്യവൂസ് എന്ന് പറയുന്ന ഒരാള് അതിസമ്പന്നനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ലാസറാവട്ടെ ദൈവം മാത്രം സഹായിയായിട്ടുള്ള അതീവ ദരിദ്രനായിട്ടുള്ളൊരു മനുഷ്യൻ. ഈ ഒരു മാറ്റമാണ് മാനസാന്തരം. ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ ബലത്തിൽ, എൻ്റെ ബന്ധങ്ങളുടെ ബലത്തിൽ, എന്തിൻ്റെയൊക്കെ ബലത്തിൽ ഞാനിങ്ങനെ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരാളുടെ സഹായം ദൈവം മാത്രമാണ്. സഖ്യവൂസിൽ നിന്ന് ലാസറിലേക്കുള്ള ഒരു യാത്ര നമ്മൾ കാണും. കർത്താവിന് നീ മാത്രമാണ് ആശ്രയം എന്നുള്ള ചിന്തയോടുകൂടെയുള്ള ജീവിതമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് പിന്നെ ജീവിതം മാറും. അത്രയും കാലം പീഡിപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ആരെയാണോ പീഡിപ്പിച്ചിരുന്നത് ആ ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക, ആ ക്രിസ്തുവിന് വേണ്ടി പീഡകളേറ്റുകൊണ്ട് നടക്കുക. കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയാൽ പോരെ. എന്ത് കൂളായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ, ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇനി ഒരാഴ്ചയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു വീട് ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നാളെ വിവാഹത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ ജീവിച്ച് നമ്മൾ എപ്പോഴാണ് കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളത്? നമ്മളെ വല്ലാതെ നാണിപ്പിക്കുന്ന ഒരു വചനഭാഗമാണത്. നിങ്ങൾ കല്യാണം കഴിക്കുകയും കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ഇങ്ങനെ തീർന്നു പോകുന്നു എന്നൊക്കെ കർത്താവ് ആരോപിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പറയാനായിട്ട് ഒന്നുമില്ല. ശരിയാണ്, നമ്മളെപ്പോഴാണ് അവന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളത്? കർത്താവ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു രംഗമാണ്. നിങ്ങളിനി മുതൽ മീനെ പിടിക്കണ്ട, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതത്തിനുണ്ടാവുന്ന ഒരു മാറ്റമാണ് മാനസാന്തരം. ഇത്രയും കാലം സ്വന്തം ജീവിതത്തിൽ ഒരു നേരത്തെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി കുറച്ച് മീൻ മാത്രം പിടിച്ച് നടന്നിരുന്ന മനുഷ്യര് ഇനി കാലാകാലങ്ങളേക്കായിട്ട് സ്വർഗം നിറയ്ക്കാൻ വേണ്ടി ആത്മാക്കളെ പിടിക്കാൻ പോവാണ്. എന്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണെന്ന് അറിയാമോ? ആലോചിച്ച് നോക്കിയേ, എന്തൊരു മാറ്റമാണ്. എങ്ങനെ ജീവിക്കേണ്ട മനുഷ്യരാണ് ഇപ്പോൾ എങ്ങനെ ജീവിക്കുകയാണ്. അത് ഭയങ്കര വ്യത്യാസമാണ്. എങ്ങനെ ജീവിക്കേണ്ടുന്ന മനുഷ്യരാണ്, പക്ഷെ ഇപ്പം എങ്ങനെ ജീവിക്കുകയാണ്.
ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ പിടിക്കാനായിട്ടുള്ള ഏറ്റവും മഹത്വമുള്ള നിയോഗമുണ്ടായിരുന്ന മനുഷ്യര് ഇപ്പോഴും ഇങ്ങനെ വലക്കണ്ണികളിൽ കുരുങ്ങിക്കിടക്കാണ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് ആലോചിക്കുക. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് മാമോദീസയുടെ ദിവസം നമ്മളെ ക്രിസ്ത്യാനി എന്ന് പേര് വിളിച്ച് നമ്മളെ ഇങ്ങനെ ലൈഫിലോട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് എന്ത് മാറ്റമാണ് നമ്മൾ മറ്റുള്ളവരും തമ്മിലുള്ളത്? മാനസാന്തരം അത്യാവശ്യമാണെന്ന്. പൗലോസ്ലീഹയെ പോലെ മാനത്ത് നിന്ന് വെള്ളിടി വെട്ടണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു ചിന്തയുണ്ടാവണ്ടേ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയൊന്ന്. നീ ജീവിച്ചു, നീ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്ത് അത്ഭുതമാണ് ചെയ്തേക്കണത്. ഒരു ചെറിയ ഹൈക്കുവാണത്. പക്ഷെ ഈ ചോദ്യം നമ്മളെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്, നെഞ്ചു തുളക്കുന്നുണ്ട്. നീ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, എന്ത് ചെയ്തു? എന്ത് അത്ഭുതം ചെയ്തു? ഒന്നും ചെയ്തില്ല. കാരണം അത്ഭുതം വരണമെങ്കിൽ അവിടെ ക്രിസ്തുവിനെ പറയണം, ക്രിസ്തുവിന് സാക്ഷിയായിട്ട് ജീവിക്കണം, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ലോകം അത്ഭുതപ്പെട്ടേക്കണേ. ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെ വന്നിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഈ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടിട്ടുള്ളത് ക്രിസ്തുവിനെ ബേസാക്കി ജീവിച്ച മനുഷ്യരെ നോക്കി മാത്രമാണ്. അവിടെയാണ് മാനസാന്തരം വേണ്ടത്, അവിടെയാണ് ജീവിതത്തിന് മാറ്റം വേണ്ടത്, ശരിക്കും മാനസാന്തരം വരേണ്ടത്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം മാറ്റാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കും. ഇതുപോലെ ജീവിച്ചാൽ പോരാ എന്ന് എപ്പോഴാണോ ഒരാൾക്ക് തോന്നിത്തുടങ്ങുക, ആ സമയത്താണ് ജീവിതം കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുക. ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്ന കൊതിപ്പിക്കുന്ന ഒരു തലക്കെട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാനിനി വേറെ ആരുടെയല്ല, എൻ്റെ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാണെന്നൊരാൾ തീരുമാനിച്ചുറപ്പിക്കുന്നിടത്താണ് പൂർണ്ണമായിട്ടുള്ള മാനസാന്തരം ഉണ്ടാവുന്നത്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഇനി ജീവിതം, എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ വാക്കുകൾ, എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രവർത്തികൾ. വിശുദ്ധ അന്തോനീസിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുടെ ജീവിതം മാറണത് കർത്താവിന് വേണ്ടിയിട്ട് മരിക്കാൻ പറ്റണില്ല, എന്നാൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇനി ജീവിച്ചു തുടങ്ങാം, ഈശോയ്ക്ക് വേണ്ടി മാത്രം ഇനി ജീവിച്ചു തുടങ്ങാം. ഐ ആം ഓൾ യുവേഴ്സ് ഗോഡ്. കർത്താവെ, ഞാൻ നിന്റെ മാത്രം സ്വന്തമാണെന്ന് പറഞ്ഞ മനുഷ്യരാണ് ഇങ്ങനെ ഇന്ന് നമ്മുടെ മുൻപിൽ വിശുദ്ധിയുടെ വെൺതാരകങ്ങളായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അവരുടെ മുൻപിലാണ് നമ്മളിങ്ങനെ കരം കൂപ്പുക, അവരെ നോക്കിയിട്ടാണ് നമ്മൾ അത്ഭുതപ്പെടുക. എങ്ങനെ പറ്റിയേ എരിയുന്ന തീച്ചൂളയുടെ മുൻപിൽ പേടിക്കാതെ നിന്നത്, ഗർജിച്ചു വരുന്ന വാപ്പിളർന്നു വരുന്ന സിംഹങ്ങൾക്ക് മുൻപിൽ ഭയപ്പെടാതെ നിന്നത്, കുന്തം കൊണ്ട് കുത്തിയും ഗദ കൊണ്ടടിച്ചും ഇങ്ങനെ തിളച്ച എണ്ണയിൽ മുക്കിയും തങ്ങളുടെ മുന്നേ ഉള്ള മനുഷ്യർ മരിക്കുന്നത് കണ്ടിട്ടും ക്രിസ്തു ക്രിസ്തു എന്ന് എങ്ങനെയാണ് വിളിച്ചു പറയാൻ പറ്റിയത്? അവരുടെ മുൻപിൽ മനുഷ്യർ അത്ഭുതപ്പെടുന്നേ. കർത്താവ് പറയും, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാവും, പേടിക്കണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇങ്ങനെ ലോകത്തെ ജയിച്ച് അവൻ്റെ സ്വന്തമായ മനുഷ്യരായി ജീവിക്കാനായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വഴി മാനസാന്തരപ്പെടുവിനെന്നുള്ള അവൻ്റെ വാക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരം. കർത്താവെ, ഞങ്ങളെ അതിന് ആശീർവദിക്കണമേ, ഞങ്ങളുടെ ജീവിതം മാറ്റി തീർക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ ആരുടേതാണെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തില് മറ്റാരുടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ സ്വന്തമായി പോയ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ബന്ധനത്തിൽ നിന്ന് വിടുതി പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആരുടെയും സ്വന്തം ആവണ്ട, എൻ്റെ കർത്താവിൻ്റെ സ്വന്തമായ മതിയെന്ന് എപ്പോഴാണോ തീരുമാനിച്ചുറപ്പിക്കുന്നത് അതിനെ മാനസാന്തരത്തിൻ്റെ ജീവിതം എന്ന് വിളിക്കാം. കർത്താവെ, ഞങ്ങളെ മാനസാന്തരത്തിലേക്ക്
നയിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.